Good morning to all. Welcome to our Human Resource Management class. Our next topic is Scope of HRM. The Human Resource Management covers a wide range of activities. All major activities in the life of an employee, right from the time of his appointment in an organization to the time he quit, come under the scope of Human Resource Management. Scope means area covered. In human resource management, the scope of HRM include a wide range of activities, and it include all major activities in the life of an employee. That is, from the time of his appointment in an organization to the time he quit from the organization. All these activities are come under the scope of HRM. We can discuss the different scope of HRM, and the first one is human resource planning. Human resource planning. A well-defined plan is an essential element of human resource management. Planning is necessary for all the activities related with the HRM. It is concerned with the determination of the number of personnel required in an organization. So, HR planning is related with the determining the number of personnel required in an organization. Whether the organization require a large number of employees for their operations, then they want to plan likewise. And the second one, job analysis and design. It is another important area of HRM. Job analysis is a detailed and systematic study of jobs. This is undertaken to know the nature and characteristics of the people to be employed in different kinds of jobs. So, job analysis is to know the nature and characteristics of the people to be employed in different kinds of jobs. And it is the detailed and systematic study of jobs. Detailed and systematic study of jobs ആണ് job analysis എന്ന് പറയുന്നത്. അപ്പോൾ job analysis is conducted to know the nature and characteristics of the people to be employed in different kinds of jobs. അപ്പോൾ ഓരോ ജോബിലേക്ക് നമുക്ക് ഓരോ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന എംപ്ലോയി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ ക്വാളിറ്റീസ് അയാൾക്കുണ്ടായിരിക്കണമെന്നും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് മനസ്സിലാക്കണം? ആദ്യം ജോബ് എന്താണെന്ന്, ജോബിനെ അനലൈസ് ചെയ്യണം. ഇപ്പോൾ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ജോബാണെങ്കിൽ ജോബിനെ അനലൈസ് ചെയ്യണം. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ജോബ്സ് എന്നിട്ട് മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കണ്ടേ? നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പീപ്പിൾ ടു ബി എംപ്ലോയിഡ്. അപ്പോൾ അങ്ങനെ എംപ്ലോയ് ചെയ്യപ്പെടുന്ന ഒരു അക്കൗണ്ടൻറ്റിന് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടായിരിക്കേണ്ടത്, എന്ത് ക്വാളിഫിക്കേഷനാണ് ഉണ്ടായിരിക്കേണ്ടത്, എന്തൊക്കെ സ്കില്ലാണ് അയാൾക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ജോബ് ഡിസൈൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡിസൈഡിങ് ദ കണ്ടൻസ് ഓഫ് ദ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ജോബ് ഡിസൈൻ എന്താണ്? Deciding the contents of the job in terms of its duties and responsibilities. അപ്പോൾ ആ ജോബിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ജോബിൽ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹം അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ആളെന്താ ചെയ്യേണ്ടത്? ആദ്യം ജേണൽ റെക്കോർഡ് ചെയ്യണം, അല്ലേ? പിന്നെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഓരോന്നും സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ജോബ് ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ജോബ് അനാലിസിസും അതുപോലെ തന്നെ ജോബ് ഡിസൈനും HR മാനേജ്മെൻറ്റിൽ വരുന്ന ആക്ടിവിറ്റീസാണ്. നെക്സ്റ്റ്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെർച്ചിങ് ദ റിക്വയർഡ് qualified personnel and stimulate them to apply for jobs in the establishment. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ചിങ് ദ റിക്വയർഡ് ക്വാളിഫൈഡ് പേഴ്സണൽ ആൻഡ് സ്റ്റിമുലേറ്റ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പം അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ നമ്മൾ 10 എംപ്ലോയീസിനെ വേണമെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ നമ്മൾ ചെയ്തു.
ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ജോബ് ഡിസൈൻ ചെയ്തു, ആ ജോബ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ആളിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ റിക്രൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട്, ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാക്കിംഗ് ഇൻ്റർവ്യൂ അല്ലേ. അപ്പം എന്താ പറയുന്നത്, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വാക്കിംഗ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യപ്പെടുന്നു ഇന്ന പ്ലേസിലേക്ക്. അപ്പോൾ അത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു സ്റ്റിമുലേറ്റ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. അതാണ് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണ്, നമ്മൾ ആദ്യമേ അന്വേഷിക്കും എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടാൻ സാധ്യതയുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ എന്താണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏതാണെന്ന് ആദ്യം സെർച്ച് ചെയ്യുക. സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെർച്ചിങ് ദ റിക്വയർഡ് ക്വാളിഫൈഡ് പേഴ്സണൽ ആൻഡ് സ്റ്റിമുലേറ്റ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ആൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ ഔട്ട് ഓഫ് ഓൾ ആപ്ലിക്കൻസ്. സെലക്ഷൻ, choosing the most suitable person out of all applicants. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ എംപ്ലോയീസിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്ത് അവരെ സെലക്ട് ചെയ്യുന്ന, ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ HRMൻ്റെ ആക്ടിവിറ്റിയിൽ വരുന്നതാണ്, HRMൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ്. അതിനാണ് നമ്മൾ സ്കോപ്പ് ഓഫ് HRM എന്ന് പറയുന്നത്. ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഓറിയൻറ്റേഷൻ ഗിവൺ ടു ന്യൂലി സെലക്റ്റഡ് എംപ്ലോയീസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് വെറൈറ്റി ഓഫ് information relating to organization such as its rules and regulations, his subordinates and superiors. അപ്പം ഫ്രഷ് ആയിട്ട് ഓർഗനൈസേഷനിലേക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്? ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ഓർഗനൈസേഷൻ സച്ച് ആസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഓർഗനൈസേഷനിൽ ഉള്ളത്? എപ്പോഴാണ് ഓഫീസിൽ വരേണ്ട സമയം എത്രയാണ്? ഓഫീസിൽ നിന്ന് ലീവ് ചെയ്യേണ്ട സമയം എത്രയാണ്? സബോർഡിനേറ്റ്സ് ആരൊക്കെയാണ്? സുപ്പീരിയേഴ്സ് ആരൊക്കെയാണ്? അപ്പോൾ ആ ഓർഗനൈസേഷനിൽ ജനറലായിട്ട് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റിൽ ന്യൂലി അപ്പോയിൻറ്റഡ് എംപ്ലോയീസിന് ഓർഗനൈസേഷനെ കുറിച്ചുള്ള പിക്ചർ പ്രൊവൈഡ് ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സ് ആരൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. Proper training should be given to employees to acquire new knowledge and skills. Many training and development programs are designed by the company in order to make the employees more capable and fit in performing their job. That is, training and development is to make the employees more capable and fit in performing their work. For employees-ന് അവരുടെ വർക്ക് പെർഫോം ചെയ്യുന്നതിന് അവരെ കേപ്പബിൾ ആക്കണം, അതുപോലെ തന്നെ കൂടുതൽ എഫക്റ്റീവായിട്ട് അവർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ടു അക്വയർ ന്യൂ നോളജ്. ഓക്കെ. ആൻഡ് സിക്സ്ത് വൺ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ജോബ് ഇവാലുവേഷൻ. Performance appraisal is the process of assessing the performance and progress of an employee or a group of employees on a given job. Performance appraisal is otherwise known as merit rating. അപ്പോൾ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പം? അസസിങ് ദ പെർഫോമൻസ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ആൻ എംപ്ലോയി ഓർ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ അവരുടെ പെർഫോമൻസിനെ അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ പ്രോഗ്രസ്സിനെ അസസ് ചെയ്യുക എന്നുള്ളതാണ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ മോട്ടിവേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജോബ് ഇവാലുവേഷൻ. ഇൻ ജോബ് ഇവാലുവേഷൻ ദ റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ് ഈസ് ഡിറ്റർമൈൻഡ്.
റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ് ഈസ് ഡിറ്റർമൈൻഡ്. അപ്പം റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ജോബിനെ കൺസിഡർ ചെയ്ത് കഴിയുമ്പം ഈ ജോബിൻ്റെ ഡിഫറൻസ് എന്താണ്, ഇതിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ജോബ് ഇവാലുവേഷനിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പം ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന പ്രോസസ്സ് എംപ്ലോയി അവരുടെ ആക്ടിവിറ്റി വർക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. പക്ഷേ ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ഓർഗനൈസേഷനിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നതിന് മുന്നേ, ഒരു ജോബിലേക്ക് അവരെ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ജോബ് ഇവാലുവേഷൻ നടത്തും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, ഞാൻ ആ മുകളിൽ എഴുതിയിട്ടുണ്ട്. ജോബ് ഇവാലുവേഷൻ കൺസിഡേഴ്സ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ജോബ് ഇൻ ടേംസ് ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ. അതായത് ഒരു ജോബ് അനാലിസിസും ജോബ് ഡിസൈനും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജോബ് സ്പെസിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്യും. അതായത് ഈ ജോബിൽ ഇന്ന കാര്യങ്ങളാണ് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആ ജോബിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം ജോബിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് റാങ്ക് ചെയ്യുക ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ഇവരുടെ വേജ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ കോസ്റ്റ്, ആ ജോബിന് വേണ്ടിയിട്ട് നമുക്ക് എത്രമാത്രം കോസ്റ്റ് വരും, എത്ര ലേബർ വേണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ജോബ് ഇവാലുവേഷൻ നടത്തിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പെർഫോമൻസ് അപ്രൈസലും ജോബ് ഇവാലുവേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അത് മനസ്സിലായി. എന്താണ്? എംപ്ലോയീസ് അവരുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുക. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബിൻ്റെ വാല്യൂ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്, റിലേറ്റീവ് വർത്ത്, മറ്റു ജോബിനെ അപേക്ഷിച്ച് ഈ ജോബിൻ്റെ വാല്യൂ എത്രയാണ്, ഈ ജോബിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് റാങ്കിലാണ് ഈ ജോബ് വരുന്നത്, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച്, അതുപോലെ തന്നെ ആ ജോബിന് വേണ്ടിയിട്ട് എത്രമാത്രം കോസ്റ്റ് നമുക്ക് വരും, എത്ര ലേബർ അതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാ പറയുന്നത് ജോബ് സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ജോബ് ഇവാലുവേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പം ആ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ജോബിൽ എത്രമാത്രം വാല്യൂ ആ ജോബിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് ഇവാലുവേഷൻ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു നോ ദ റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. And the next one, employees and executive remuneration. It is the responsibility of every human resource manager to design and implement a suitable wage and salary structure for the benefit of the employees. Wage and salary structure decide ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സ്കോപ്പിൽ പറയുന്ന ഒരു കാര്യം. And the next one, motivation. The human resource manager should adopt appropriate measures to motivate the employees to achieve organizational objectives. It is an important factor which encourages employees to give the best performance and help in achieving enterprise goals. നമുക്കറിയാം എംപ്ലോയീസിന് അവരുടെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കണമെങ്കിൽ അവരെ എൻകറേജ് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ ഈ ഇത്തരത്തിലുള്ള എബിലിറ്റീസ് ഒക്കെ ഫുള്ളായിട്ട് പുറത്തെടുത്ത് അവർ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ മോട്ടിവേഷൻ ഈസ് വൺ ഓഫ് ദ എലമെൻറ്റ് ഓഫ് HR മാനേജ്മെൻറ്റ്. ഇനി അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഹ്യൂമൻ വെൽഫെയർ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇൻഡസ്ട്രിയൽ റിലേഷൻ, അങ്ങനെ 12ഓളം പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 8 പോയിന്റ് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കാം. അപ്പം സ്കോപ്പ് ഓഫ് HR നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് HRMൽ കവർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. പ്ലാനിങ് വരുന്നുണ്ട്, ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ വരുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ വരുന്നുണ്ട്, ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്, training and development, performance appraisal and job evaluation, employees and executive remuneration, motivation.
അപ്പോൾ അതിൽ ജോബ് ഇവാലുവേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റീവ് വർത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കോസ്റ്റും, ഓരോ ജോബിനും വരുന്ന കോസ്റ്റും അതുപോലെ തന്നെ ലേബറും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു എംപ്ലോയിനെ ഓർഗനൈസേഷനിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജോബ് ഇവാലുവേഷൻ നടത്തും. ജോബ് അനാലിസിസും ജോബ് ഡിസൈനും ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജോബ് സ്പെസിഫിക്കേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആ സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് ഓരോ ജോബിനും വരുന്ന കോസ്റ്റും ലേബറും ഒക്കെ നമ്മൾ മനസ്സിലാക്കും എന്നുള്ളതാണ് ജോബ് ഇവാലുവേഷനിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.